നമസ്കാരം. ഡ്രീംസ് IPR സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിനെ കുറിച്ചാണ്. അപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായി എന്താണ് കമ്പനി എന്ന് നമുക്ക് നോക്കാം. അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവരുടെ ഒരു ബിസിനസ് ലീഗലി റൺ ചെയ്യുന്ന ഒരു ബിസിനസ്, അതിനെയാണ് കമ്പനി എന്ന് പറയുന്നത്. അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ലീഗലി റൺ ചെയ്യുന്ന ബിസിനസ്സിനെയാണ് കമ്പനി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് നോക്കാം. നമുക്കറിയാം, വിവിധ തരത്തിലുള്ള കമ്പനികളുണ്ട്. ഇപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് നടത്തുന്ന സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതുപോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പുകൾ, പാർട്ണർഷിപ്പ് ബിസിനസ്, അതുപോലെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പബ്ലിക് ലിമിറ്റഡ് കമ്പനി, അങ്ങനെ വിവിധ തരം കമ്പനീസ് ഉണ്ട്. നമുക്ക് എന്താണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് നോക്കാം. അപ്പം സ്വകാര്യ വ്യക്തികൾ തങ്ങളുടെ സ്വകാര്യ മൂലധനം ഉപയോഗിച്ച് ലീഗലി റൺ ചെയ്യുന്ന ബിസിനസ്സിനെയാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പം നമുക്കറിയാം, ഇന്ത്യയിൽ 2013 നിലവിൽ വന്ന ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം ഇങ്ങനെ സ്വകാര്യ വ്യക്തികൾ സ്വകാര്യ മൂലധനം ഉപയോഗിച്ചുകൊണ്ട് ലീഗലി രജിസ്റ്റർ ചെയ്ത് നടത്തപ്പെടുന്ന ബിസിനസ്സിനെയാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന്റെ സവിശേഷതകൾ നോക്കാം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിൽ മിനിമം 2 മെമ്പേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. ഒരു 2 ഡയറക്ടേഴ്സ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ 2 എന്നുള്ളത് മാക്സിമം നമുക്ക് 200 പേര് വരെ ആവാം. 2 മുതൽ 200 പേര് വരെയുള്ള ഒരു കമ്പനിയാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നറിയപ്പെടുന്നത്. ഡയറക്ടേഴ്സിന്റെ കാര്യത്തിൽ 2 മുതൽ 15 വരെ ആകാം. ഇപ്പോൾ 200 ഷെയർ ഹോൾഡേഴ്സ് ഉള്ള ഒരു കമ്പനിക്ക് ആ 200 പേർക്കും ഇതിന്റെ മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ വ്യാപൃതമാവാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് 2 മുതൽ 15 പേര് വരെയുള്ള ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് രൂപീകരിച്ച് ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഈ കമ്പനിയുടെ എല്ലാവിധ മാനേജ്മെന്റ് കാര്യങ്ങളും നോക്കിക്കൊണ്ട് പോകുന്നത്. പിന്നെ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ലിമിറ്റഡ് ലയബിലിറ്റി സ്ട്രക്ചർ ആണുള്ളത്. ലിമിറ്റഡ് ലയബിലിറ്റി സ്ട്രക്ചർ എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം, ഒരാൾ ഒറ്റയ്ക്ക് നടത്തുന്ന സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലും പാർട്ണർഷിപ്പിൽ നടത്തുന്ന പാർട്ണർഷിപ്പ് ഫേമിലും അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് കമ്പനീസിലുമൊക്കെ അവിടെയൊക്കെ അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. അതായത് ആ കമ്പനികൾക്ക് എന്തെങ്കിലും ഒരു ലോസ് ഉണ്ടായാൽ ആ കമ്പനികളുടെ അസറ്റ് ഉപയോഗിച്ച് ആ ലോസ് അല്ലെങ്കിൽ ആ ലയബിലിറ്റി കവർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ആരാണോ ആ കമ്പനി നടത്തുന്നത് അല്ലെങ്കിൽ ആരൊക്കെയാണോ ആ കമ്പനിയുടെ പാർട്ട്നേഴ്സ് അവർ ഈക്വലി അതിന് ലയബിളാണ്. അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ഉപയോഗിച്ച് അല്ലെങ്കിൽ പേഴ്സണൽ അസറ്റ് ഉപയോഗിച്ച് ആ ലയബിലിറ്റി കവർ ചെയ്യുവാൻ അവർ ബാധ്യസ്ഥരാണ്. എന്നാൽ ഇവിടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന്റെ കാര്യത്തിൽ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി സ്ട്രക്ചർ ആണുള്ളത്. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് വെച്ചാൽ ഇവിടെ ലയബിലിറ്റീസ് ലിമിറ്റഡ് ആണ്. ഇൻ കേസ് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നാളെ ഒരു ലോസിലേക്ക് പോയാൽ, എന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ടായാൽ, ഈ ലയബിലിറ്റീസ് കവർ ചെയ്യാൻ ഒരിക്കലും ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ പേഴ്സണൽ പ്രോപ്പർട്ടീസോ പേഴ്സണൽ അസറ്റോ എടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഈ കമ്പനി എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. ഈ കമ്പനിയുടെ എല്ലാ ലയബിലിറ്റികളും കമ്പനിക്ക് മാത്രം ബാധ്യസ്ഥമായതാണ്. അതായത് ഇപ്പോൾ 5 പേര് ചേർന്ന ഒരു കമ്പനി രൂപീകരിക്കുകയാണ്, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രൂപീകരിക്കുകയാണെങ്കിൽ അവിടെ 6 പേരായിട്ടാണ് ഗവൺമെന്റും നിയമവും കാണുന്നത്. 6 പേരെന്ന് വെച്ചാൽ 5 പേരും കൂടെ ഈ കമ്പനി ഒരു ലീഗൽ എൻറ്റിറ്റിയാണ്. കമ്പനിക്കും സ്വന്തമായി അസറ്റുകൾ ഉണ്ടാക്കാം, പ്രോപ്പർട്ടി വാങ്ങിക്കാം, വിൽക്കാം, സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം, ഒരു കേസിൽ കക്ഷിയാകാം, കേസ് കൊടുക്കാം. എല്ലാ രീതിയിലും നിയമത്തിന്റെ മുന്നിൽ ഒരു ലീഗൽ എൻറ്റിറ്റി തന്നെയാണ് ഈ കമ്പനി.
അതുകൊണ്ട് തന്നെ ഇപ്പോൾ കമ്പനിക്ക് പെർപ്പച്വൽ സക്സഷൻ ആണുള്ളത്. ഇപ്പോൾ എല്ലാ അംഗങ്ങളും ഇപ്പം 15 പേരോ അല്ലെങ്കിൽ 20 പേര് ഉള്ള ഒരു കമ്പനിയിൽ ആ 20 മെമ്പേഴ്സും അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സും അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഇവരെല്ലാം തന്നെ ഇല്ലാതായാലും ഈ കമ്പനി നിലനിൽക്കും. അതാണ് കമ്പനിയുടെ ഒരു ലീഗൽ സ്റ്റാറ്റസ്. അതൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. ഇനി കമ്പനിയുടെ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന്റെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിലേ നമുക്കൊരു മിനിമം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. ആ 1 ലക്ഷം രൂപ എന്നുള്ളത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 1 ലക്ഷം രൂപ എന്നുള്ളത് എത്ര വേണമെങ്കിലും ആവും. അത് ടൈം ടു ടൈം മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് പറയുന്ന ഡയറക്ഷൻസ് അനുസരിച്ചായിരിക്കും. ഇനി നമുക്ക് എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് ഈ ഒരു കമ്പനി ആരംഭിക്കുന്നതിന് വേണ്ടി വേണ്ടതെന്ന് നോക്കാം. അതായത് ഏതൊരു കമ്പനിയും ആരംഭിക്കുന്നതിന് ഒരു സെറ്റ് ഓഫ് റിക്വയർമെന്റ്സ് ഉണ്ട്. ഇവിടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കാര്യത്തിൽ അതിന് ഡയറക്ടേഴ്സിന്റെ ഡിൻ നമ്പർ ആവശ്യമാണ്. അതിനൊരു രജിസ്റ്റേർഡ് ഓഫീസ് വേണം. പിന്നെ അതിനൊരു നെയിം, ഏത് കമ്പനിയാണോ ഏത് ബിസിനസ്സാണോ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് ആ ബിസിനസ്സിന് ഒരു നെയിം വേണം. ആ നെയിമിന്റെ അവൈലബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. അത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഇട്ട് ആ നെയിമിന്റെ അവൈലബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ വേണം. അതുപോലെ രജിസ്റ്റേർഡ് ഓഫീസ്. ഇത്രയൊക്കെയാണ് മിനിമം റിക്വയർമെന്റ്സ്. ഇനി നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമെന്ന് പരിശോധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സ് മിനിമം 2 പേരെങ്കിലും ഡയറക്ടേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഡയറക്ടേഴ്സിന്റെ ID പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, അതുപോലെ തന്നെ റെസിഡൻസ് പ്രൂഫ്, പിന്നെ എവിടെയാണോ നമ്മൾ കമ്പനി ആരംഭിക്കുന്നത് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിന്റെ, അത് റെന്റൽ ആണെങ്കിൽ റെന്റൽ എഗ്രിമെന്റിന്റെ കോപ്പി, അതല്ല ഓൺ ബിൽഡിംഗ് ആണ് എങ്കിൽ അതിന്റെ ഡീഡിന്റെ കോപ്പി, അതോടൊപ്പം തന്നെ ഈ റെന്റൽ അഗ്രിമെന്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഈ ആ പ്രിമൈസസിന്റെ ഓണറുടെ ഒരു NOC വെക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഡോക്യുമെന്റുകളാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആരംഭിക്കുന്നതിന് നമ്മൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അതായത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ ഡയറക്ടേഴ്സിനെ കുറിച്ച്, അതിന്റെ നേച്ചറിനെ കുറിച്ചൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, അതിന്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണ്, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഇത്രയൊക്കെയാണ്. അതുപോലെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ, ഡിൻ നമ്പർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിന്റെയൊക്കെ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് നോക്കാം. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിലുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ROCയുടെ കീഴിലാണ് നമ്മളിതൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡയറക്ടേഴ്സിന്റെ ഡിൻ നമ്പറിന് വേണ്ടി അപ്ലൈ ചെയ്യുക. ഡിജിറ്റൽ സിഗ്നേച്ചർ എടുക്കുക, ഡിൻ നമ്പറിന് വേണ്ടി അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കമ്പനിയുടെ നെയിം, ആ നെയിമിന്റെ അവൈലബിലിറ്റി, അതിന് ആപ്ലിക്കേഷൻ കൊടുക്കുക. നെയിം അവൈലബിൾ ആണ്. അപ്പം നെയിമിന്റെ അവൈലബിലിറ്റിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു 4-5 പേരെങ്കിലും നമ്മൾ കണ്ടെത്തുക. കാരണം നമ്മൾ കൊടുക്കുന്ന നെയിമുമായിട്ട് സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉള്ള നെയിം നിലവിലുണ്ടെങ്കിൽ, ആരെങ്കിലും ട്രേഡ് മാർക്കോ മറ്റും എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിലവിൽ അങ്ങനെ ഒരു കമ്പനി റൺ ചെയ്യുന്നുണ്ടെങ്കിൽ, രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി ആ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ നമ്മളൊരു 4-5 പേരുകൾ വെക്കണം. അപ്പോൾ അത് പ്രയോറിറ്റി വൈസ് 4-5 പേര് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പേര് നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടും.
അപ്പോൾ ഡിൻ നമ്പറായി, നെയിം ആയി കഴിഞ്ഞാൽ പിന്നെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും നമ്മൾ